ഈ കേസ് ഏകപക്ഷീയമായി വാദം പോലും കേൾക്കാതെ, വാദിഭാഗത്തിൻ്റെയോ പ്രതിഭാഗത്തിൻ്റെയോ വാദം പോലും കേൾക്കാതെ ഏകപക്ഷീയമായിട്ടായിരുന്നു ദുർഗ് ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസം ഈ കേസ് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന NIA കോടതിയിലേക്ക് കേസ് മാറ്റിയത്. സത്യത്തിൽ ഈ കേസ് NIA കോടതിയിലേക്ക് മാറ്റേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. നിർഭാഗ്യവശാൽ ആ കോടതി എടുത്ത സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസ് NIA കോടതിയിലേക്ക് പോയത്. അതുകൊണ്ടെന്ന് ബഹുമാനപ്പെട്ട മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം തന്നെ പറഞ്ഞു, NIA കോടതിയിൽ നിന്ന് ഈ കേസ് വിടുതൽ ചെയ്യിക്കുന്നതിനാവശ്യമായിട്ടുള്ള പെറ്റീഷൻ സംസ്ഥാന ഗവൺമെൻറ് തന്നെ നൽകും. മാത്രവുമല്ല, നിയമവിരുദ്ധമായിട്ട് നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ടുമാണ് സത്യത്തിൽ സെഷൻസ് കോടതി ഈ കേസ് NIA കോടതിയിലേക്ക് വിട്ടത്. നമുക്കറിയാം, UAPA നിയമമനുസരിച്ചുള്ള ഭീകര പ്രവർത്തനങ്ങൾ, തീവ്രവാദ പ്രവർത്തനങ്ങൾ, ആ തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങൾക്കായി മനുഷ്യക്കടത്തും അതിൻ്റെ പണവും വിനിയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ശരിക്കും NIA കോടതിയിലേക്ക് കേസ് പോകേണ്ടത്. അങ്ങനൊരു കേസ് ഗവൺമെൻറ്റിനില്ല. അങ്ങനൊരു പശ്ചാത്തലത്തിൽ ഏകപക്ഷീയമായി കേസ് NIA കോടതിയിലേക്ക് വിട്ടത് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഛത്തീസ്ഗഡ് സംസ്ഥാന ഗവൺമെൻറ് തന്നെ, പ്രോസിക്യൂഷൻ തന്നെ കോടതിയിൽ പെറ്റീഷൻ ഫയൽ ചെയ്യും. NIA കോടതിയിൽ നിന്ന് കേസ് മാറ്റുന്നതിനാവശ്യമായ നടപടികൾ പിന്നീട് സ്വീകരിക്കും. ഇന്ന് ജാമ്യാപേക്ഷ നൽകാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ ജാമ്യാപേക്ഷയിൽ സംസ്ഥാന സർക്കാർ ഒരു കാരണവശാലും ജാമ്യാപേക്ഷയെ എതിർക്കില്ല എന്ന് മാത്രമല്ല, അതിനാവശ്യമായിട്ടുള്ള ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള അനുകൂലമായ നിലപാട് സംസ്ഥാന ഗവൺമെൻറ്റും സംസ്ഥാന പ്രോസിക്യൂഷൻ വിഭാഗവും തീരുമാനിക്കും. ആ നിലയിൽ മിക്കവാറും ഇന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. 99% കന്യാസ്ത്രീ സഹോദരിമാർക്ക് ഇന്ന് തന്നെ ജാമ്യം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് പാർലമെന്റ് അംഗങ്ങളായ ഞങ്ങളുമായി ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ പങ്കുവച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ ഫാദർ സെബാസ്റ്റ്യൻ, ഈ കാര്യങ്ങൾ ചെയ്യുന്ന CBCയുടെ ബഹുമാനപ്പെട്ട അച്ഛൻ ഫാദർ സെബാസ്റ്റ്യനുമായി ആഭ്യന്തരമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെ ഞങ്ങൾ അദ്ദേഹവുമായി ചർച്ച ചെയ്തു. സംസ്ഥാന ഗവൺമെൻറ്റുമായി ആലോചിച്ച് വക്കാലത്ത് ഒപ്പിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ശ്രീ ഫ്രാൻസിസ് ജോർജ് തന്നെ അദ്ദേഹവുമായി സംസാരിച്ചുകൊണ്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു. പൊതുവെ അനുഭാവപൂർവ്വമായിട്ടുള്ള നിലപാടായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ചും മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ കാര്യത്തിൽ ഉണ്ടായത്. നമുക്കറിയാം, ഈ കാര്യത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങൾ പാർലമെന്റിനകത്തും പുറത്തും കേരളത്തിൽ അതിശക്തമായ പ്രതിഷേധം, അഭിവന്ദിരായിട്ടുള്ള പിതാക്കന്മാരടക്കം കഴിഞ്ഞ ദിവസം രാജ്ഭവൻ മാർച്ച് നടത്തി. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, UDFന്റെ നേതൃത്വത്തിൽ, മറ്റ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലൊക്കെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു. ബസന്ത് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ബസന്ത്, ജാമ്യാപേക്ഷ നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന് ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല. അത് ഇനി നാളെ ആയിരിക്കുമോ? ഇന്നിനി സാധ്യത കുറവല്ലേ? ഇതിൽ സാങ്കേതികമായ കുറെ വിഷയങ്ങളുണ്ട്. അത് പ്രധാനമായും വിചാരണ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. അതായത് ഇവർക്ക് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെതിരെ അപ്പീല് ഹൈക്കോടതിയെ നൽകുമെന്നാണ് അമിത്ഷാ ഇപ്പോൾ MP-മാർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ്. അത് സംസ്ഥാന സർക്കാരും നൽകും, അതോടൊപ്പം തന്നെ സിസ്റ്റർമാരും നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ആ അപ്പീല് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ വിചാരണ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാണ് ഇപ്പോഴുള്ള നിർദ്ദേശം, അതായത് തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജാമ്യാപേക്ഷ വിചാരണ കോടതിയിലാണ് നൽകുന്നത്. ആ വിചാരണ കോടതിയിൽ നൽകുന്ന ജാമ്യാപേക്ഷയെ സംസ്ഥാന സർക്കാർ എതിർക്കില്ല. ആ എതിർക്കാതിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ലഭിക്കും. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരപ്രകാരമാണെങ്കിൽ ഈ 2 കന്യാസ്ത്രീമാരും ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട ഇതിൽ വക്കാലത്ത് ഇതുവരെ നൽകിയിട്ടില്ല. വക്കാലത്ത് നൽകുന്ന സാഹചര്യത്തിൽ മാത്രമേ കേസ് പരിഗണിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുങ്ങുകയുള്ളൂ. ഇന്ന് വൈകിട്ടോ നാളെയോ കൊണ്ട് തന്നെ നൽകാനായി ഫ്രാൻസിസ് ജോർജ് MP അപ്പോൾ തന്നെ ഈ യോഗത്തിനിടയിൽ തന്നെ അവിടെ ഉള്ള മറ്റ് സഭാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ NIA കോടതിയിൽ വിട്ടതുമായി ബന്ധപ്പെട്ട വിഷയം, വിചാരണ കോടതിയുടെ നടപടി ശരിയായിരുന്നില്ല എന്ന് തന്നെയാണ് അമിത്ഷാ MP-മാരെ അറിയിച്ചത്. അതായത് അങ്ങനെ വിടേണ്ട ഒരു സാഹചര്യമില്ല. മാത്രമല്ല, ഇത്
മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് ഷെഡ്യൂൾഡ് ഒഫൻസിൽ വരുന്ന ഒരു വിഷയമാണ്. പക്ഷേ മാത്രമല്ല, അത് അന്വേഷിക്കണമെങ്കിൽ, അത്തരം കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ തന്നെ സംസ്ഥാന സർക്കാരാണ് NIA സമീപിക്കേണ്ടത്. അങ്ങനെ സംസ്ഥാന സർക്കാർ സമീപിച്ചാൽ തന്നെ NIA ഡയറക്ടർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതി തേടണം. ആഭ്യന്തര മന്ത്രാലയമാണ് ഒരു കേസ് NIAക്ക് നൽകണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെടുക്കേണ്ടത്. അമിത്ഷാ പറഞ്ഞത് അത് എന്റെ മുമ്പിൽ വന്നാൽ മാത്രമേ അതിലെന്തെങ്കിലും ഒരു നിയമപരമായ വശമുള്ളൂ. അപ്പോൾ ഇത് ഒരു നിയമപരമല്ലാത്ത ഒരു ഉത്തരവ് എന്നുള്ള തരത്തിലാണ് വിചാരണ കോടതിയുടെ ഉത്തരവിനെ ആഭ്യന്തരമന്ത്രി സമീപിക്കുന്നത്.